ഭഗവാനെ അവസാന സമയത്ത് നേരിട്ടങ്ങോട്ട് കാണണം. കൊതിച്ചിടുന്ന കൃഷ്ണനെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ആ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൺമുന്നിൽ നേരിട്ട് അങ്ങോട്ട് കണ്ട് ആ ഭഗവാനിലേക്ക് അങ്ങോട്ട് വിലയം പ്രാപിക്കുക. അനായാസേന മരണം, അതുവരെയോ മരണം വരെ വിനാദൈന്യേന ജീവനം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഷ്ടപ്പാടില്ലാതെ പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പരാശ്രയമില്ലാതെ ജീവിക്കാനുള്ളതായിരിക്കുന്ന അവസരം. ഇതൊക്കെ നേരെയാവണമെങ്കിൽ എന്തു വേണം? ദേഹി മേ കൃപയാനാഥ ത്വയി ഭക്തിമചഞ്ചലം. അവിടുത്തെ പാദത്തിൽ അചഞ്ചലയായിരിക്കുന്ന ഭക്തി, ഒരിക്കലും ഇളകാത്തതായിരിക്കുന്ന ആ വിശ്വാസം, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഭഗവത്പാദത്തെ വിടാതെ ആശ്രയിക്കാനുള്ളതായിരിക്കുന്നൊരു മനസ്സുറപ്പ്, ആ ഭക്തി നിങ്ങൾക്കെല്ലാം അനുവദിച്ചു തരണേ എന്ന് നമുക്ക് ശ്രീ ഗുരുവായൂരപ്പനോട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഈ വൈശാഖ പുണ്യകാലത്ത് ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് ഇരട്ടി, പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടി ഫലമാണുള്ളത്.